എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏപ്രിൽ ഫൂൾ ഡേ ആയിട്ട് ആചരിക്കുകയാണെങ്കിൽ ആഘോഷിക്കുകയാണ് എന്ന് തന്നെ പറയാം. ഏപ്രിൽ 1 എന്ന് പറയുന്നത് വെറും ഒരു പ്രാങ്ക് ഡേ മാത്രമല്ല, നമ്മുടെ മനസ്സിനും ബന്ധങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു ദിവസം കൂടിയാണ് ഏപ്രിൽ ഫൂൾ ഡേ. എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് സ്ട്രെസ് റിലീഫ് ആൻഡ് മെൻ്റൽ റിലാക്സേഷൻ എന്നാണ്. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് ഭയങ്കര ടെൻഷൻ കൊണ്ടായിരിക്കും. ഇന്ന് ബോസ് എന്ത് പറയും, അല്ലെങ്കിൽ ജോലിയിൽ എന്തൊക്കെയാണ് ഇന്ന് എനിക്ക് വർക്ക് പെൻഡിങ് വരുന്നത്, അതൊക്കെ എങ്ങനെ റിലാക്സ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സ്ട്രെസ് ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, പ്രഷർ, ജോലിയിലുള്ള പ്രഷറായിരിക്കും, വീട്ടിലെ പ്രഷറായിരിക്കും, സാമ്പത്തിക എനിവേ അങ്ങനെയുള്ള പ്രഷറും ടെൻഷനും സ്ട്രെസ്സും കൊണ്ടൊക്കെയാണ് നമ്മളൊരു ദിവസം തുടങ്ങുന്നത് തന്നെ. പക്ഷെ ഒരു നല്ല ചിരി, ഒരു ചെറിയ പ്രാങ്ക്, ഇവ നമ്മളെ ഇൻസ്റ്റൻ്റായിട്ട് റിലാക്സ് ചെയ്യിക്കും നമ്മുടെ മനസ്സിനെ. നമ്മളൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചിരിച്ച മുഖം കണ്ട് എഴുന്നേൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഉള്ള ആളുകളുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ചിരി, മുഖത്തുണ്ടാകുന്ന ഒരു ചിരി, അത് ത്രൂ ഔട്ട് ആ ഡേ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നതാണ്, അല്ലേ? അപ്പോൾ ഒരു മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ കഴിയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഡോപ്പോമിൻ, സെറോട്ടോണിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസിനെ ഇംപ്രൂവ് ചെയ്യാൻ അത് സഹായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഹാപ്പി ഹോർമോൺസ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു മെൻ്റൽ റിലാക്സേഷൻ കിട്ടുന്നു. സോ ഏപ്രിൽ 1 എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്ട്രെസ് റിലീഫ് ഡേയും കൂടെയാണ്. രണ്ടാമതായിട്ട് ലോഫർ തെറാപ്പി ഇപ്പോൾ അത് പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക അസുഖങ്ങൾക്ക് ലോഫർ തെറാപ്പി ഉണ്ട്. ചിരി ഒരു നല്ല മരുന്ന് തന്നെയാണ്, ശരിയല്ലേ? പല കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ഭയങ്കര അസുഖമാണ് വന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മുടെ എങ്കിലും നമുക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ കിട്ടുന്ന ഒരവസരം ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ, ആ ഒരു വിഷമങ്ങളെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ലോഫർ തെറാപ്പി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റായ, ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, ചിരിക്കാൻ മറന്നു പോകുന്നുണ്ട് എല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കിനിടയ്ക്ക്. അപ്പോൾ അതൊരു നല്ല സ്റ്റെപ്പ് ഔട്ട് തന്നെയാണ് ലോഫറാസി തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ജോക്ക് കേൾക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ഒന്ന് പ്രാങ്ക് ചെയ്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയ്ക്കുകയും അങ്ങനെ ബോഡി ഒന്ന് റിലാക്സ് ആവുകയും ചെയ്യുന്നു. ഈവൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പോലും അത് ഇംപ്രൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. ചിരി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ റെസിസ്റ്റൻസ് പവർ, അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പവറും കൂടെ നമുക്ക് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. സോ ഏപ്രിൽ ഫൂൾ ഡേ ഫൺ മാത്രമല്ല, ഒരു മെൻ്റൽ തെറാപ്പി കൂടിയാണ്. മൂന്നാമത്തെ സോഷ്യൽ ബോണ്ടിങ് ആൻഡ് റിലേഷൻഷിപ്പുകളും ബോണ്ടിങ്ങും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു തമാശ, നമ്മളോട് ഒരു തമാശ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു പ്രാങ്ക് കേൾക്കുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് കൂടുകയാണ് ചെയ്യുന്നത്. സൈക്കോളജി പറയുന്നത് ഒന്ന് ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുമ്പോൾ, വേറൊരാൾ നമ്മളെ ചിരിപ്പിക്കുമ്പോൾ അത് കൂടുതൽ അവരിൽ കണക്ഷൻ ഉണ്ടാക്കുകയും നമുക്ക് ട്രസ്റ്റ് ഫീൽ ചെയ്യുകയും അതേപോലെ ഹാപ്പിനെസ് തരികയും ചെയ്യുന്നു. റിലേഷൻഷിപ്പ് കീപ്പ് ഔട്ട് ചെയ്യാൻ എന്നും ഇങ്ങനെ ബലം പിടിച്ച് വളരെ സീരിയസ് ആയി നടക്കുന്നതിനേക്കാൾ ഇടയ്ക്കൊക്കെ ഒരു തമാശയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പഴയ റിലാക്സേഷനിലേക്ക് പോകാൻ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഏപ്രിൽ 1 നമുക്ക് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ദിവസം കൂടിയായി നമുക്ക് കണക്കാക്കാൻ പറ്റും. നെക്സ്റ്റ്, ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നല്ലൊരു തമാശ പറയാൻ, അല്ലെങ്കിൽ നല്ലൊരു പ്രാങ്ക് ഉണ്ടാക്കാൻ അത്യാവശ്യം തിങ്കിങ് പവറും ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും ഒക്കെ വേണം. അതെല്ലാവർക്കും കഴിയില്ല. നമ്മൾ കോമഡി പറയുന്ന സ്റ്റാർസിനെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും തമാശ പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാനൊന്നും പറ്റില്ല. നമുക്ക് തന്നെ തമാശ പറഞ്ഞ് നമുക്ക് ചിരിക്കാം. പക്ഷേ മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ഒരു തമാശ ഉണ്ടാക്കുക, അല്ലെങ്കിൽ തമാശ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കഴിവൊന്നുമല്ല. അത് നല്ല ഇൻ്റലിജൻസും ക്രിയേറ്റിവിറ്റിയും തിങ്കിങ് പവറൊക്കെ ഉള്ളവർക്ക് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ ആക്റ്റീവ് ആക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ ഒരു ബ്രെയിൻ എക്സസൈസും കൂടിയാണ് നമ്മുടെ
നന്നായിട്ട് ചിരിക്കുന്നതും നന്നായിട്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതും ഒരു ബ്രെയിൻ എക്സസൈസും കൂടിയാണ്. കാരണം നമ്മളിൽ ഒരാളെ ചിരിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും മറ്റുള്ളവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ബോഡിയിലും നമ്മുടെ മൈൻഡിലും നമുക്കും അത് കിട്ടും എന്നുള്ളത് തീർച്ചയായും തന്നെയാണ്. അപ്പോൾ അതൊരു ബ്രെയിൻ എക്സസൈസ് ഡേയും കൂടിയാണ്. നെക്സ്റ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഹ്യൂമൻ ബിഹേവിയർ. അതായത് നമ്മൾ ഒരു പ്രാങ്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോക്ക് പറയുമ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. കാരണം ചിലരൊക്കെ കണ്ടിട്ടില്ലേ, പ്രാങ്ക് പറഞ്ഞ് നമ്മളെ ചിരിപ്പിക്കുകയല്ല ചെയ്യുക, ചിലപ്പോൾ തിരിച്ചടി തന്നെ കിട്ടുമെന്ന് വരാം. അപ്പോൾ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള കഴിവും കൂടെ നമുക്ക് വേണം. അതിനെയാണ് നമ്മൾ സിമ്പതി അല്ല എമ്പതി എന്ന് പറയുക. എമ്പതി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിമ്പതി എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു എമ്പതി ഒരാളിൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഴിവ് തന്നെയാണ്. രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം, എന്താ സിമ്പതി എന്താ എമ്പതി എന്ന്. അപ്പോൾ ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്കൊന്ന് ആലോചിച്ച് വെക്കാൻ, ഇങ്ങനെ ആയിരിക്കും എന്നൊന്ന് ആലോചിച്ച് വെക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകുന്നു. അങ്ങനെ നമ്മുടെ ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു. സോ നമ്മളെ ഒരു ബെറ്റർ ഹ്യൂമൺ ആക്കാൻ ഈ ഏപ്രിൽ ഫുൾ ഡേ നമ്മളെ സഹായിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു സൈക്കോളജിക്കൽ വാണിംഗ് ആണത്. നമുക്ക് തമാശ പറയാം, പ്രാങ്ക് ചെയ്യാം, ഒക്കെ ചെയ്യാം, ആളുകളെ ചിരിപ്പിക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ ചിരിപ്പിക്കാനാണ് പറയുന്നത് എന്ന് കരുതി അത് മറ്റുള്ളവരെ ഹാമായിട്ട് ഹേർട്ടായിട്ട് പറയുന്ന തമാശ ഒരിക്കലും ഒരു തമാശയായിട്ട് കണക്കാക്കുകയില്ല. ഹാംലെസ് വയലേഷൻ നമുക്കാവാം, പക്ഷേ ഹാംഫുൾ വയലേഷൻ ആവുമ്പോൾ അത് ഒരിക്കലും ഒരു പ്രാങ്ക് ആവില്ല, ഒരിക്കലും ഒരു ജോക്കാവില്ല. അപ്പോൾ നമ്മളൊരു തമാശ പറയുമ്പോൾ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്കൊരു ഹേർട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള തമാശ പറഞ്ഞ് ഞാൻ തമാശയായിരുന്നു പറഞ്ഞത്, എല്ലാം ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഹാംലെസ് വയലേഷൻ അല്ലെങ്കിൽ ഹാംലെസ് ജോക്കൊക്കെ പറയാം. അത് നമ്മളെ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും നമ്മുടെ മെൻ്റൽ ഇമ്പ്രൂവ് ചെയ്യാനും നമുക്കൊരു പോസിറ്റീവ് എനർജി തരാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഫണ്ണി ആവുമ്പോൾ മാത്രമേ ഒരു ജോക്ക് അല്ലെങ്കിൽ ഒരു പ്രാങ്ക് നമുക്ക് പോസിറ്റീവായിട്ട് ഉണ്ടാക്കുകയുള്ളൂ, പോസിറ്റീവായിട്ട് നമ്മളിൽ എത്തുകയുള്ളൂ, അല്ലെങ്കിൽ അതൊരു ട്രോമയായിട്ട് മാറും. അപ്പോൾ ഇന്ന് ഈ ഏപ്രിൽ 1 ഏപ്രിൽ ഫുൾ ഡേ എന്ന് പറയുന്നത് അതൊരു വെറും ഒരു പ്രാങ്ക് ഡേ മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. മറിച്ച് അത് ഒരു സ്ട്രെസ് റിലീഫ് ഡേ ആണ്, അതേപോലെ ഹാപ്പിനെസ് തരുന്നതാണ്, ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പറ്റുന്ന ഡേ ആണ്. ഇതെല്ലാം നൽകുന്ന ഒരു പവർഫുള്ളായ ഒരു ഡേ ആണ് ഏപ്രിൽ ഫുൾ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര നിസ്സാരമാക്കിയിട്ടൊന്നും നമുക്കതിനെ കളയാൻ പറ്റില്ല. സോ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരെയും ഹേർട്ട് ചെയ്യാതെ ഒരാളെയെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. ഏറ്റവും നല്ല പോസിറ്റീവ് എനർജി ഒരാൾക്ക് നിങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അല്ലെങ്കിൽ ഒരു ബെറ്റർ എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഉള്ളു തുറന്ന് ചിരിക്കാൻ നമ്മളൊരവസരം കൊടുക്കുക എന്ന് പറയുന്നത് ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാനും അതേപോലെ നമുക്കൊരുപാട് ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന ഒരു നല്ല ദിവസമായി നിങ്ങളിത് ആഘോഷിച്ചിട്ടുണ്ടാവും. ആചരിക്കുക എന്ന് പറയാൻ പറ്റില്ല, ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അങ്ങനെ എല്ലാവർക്കും എന്നും ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. സന്തോഷകരമായി സമാധാനത്തോടു കൂടി ഒരു ദിവസം നിങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എൻ്റെ പേര് ഗോപിക, സൈക്കോളജി കൗൺസിലർ. Thanks for watching and thank you so much. Have a nice day.